ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമൻ നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 47-ാം ദശകം ഉലൂഖലബന്ധനം. ഏകദാദധിവിമാഥകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപദയാ നിവാരയൻ അംഗമേത്യപഭിവാൻ പയോധരോ. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. ഏകദ ഒരിക്കൽ, ഭവാൻ ദധിവിമാഥകാരിണീം, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് പണിപ്പെട്ട് തൈർ കടഞ്ഞുകൊണ്ടിരുന്ന മാതരം സമുപസേദിവാൻ, മാതാവിനെ പ്രാപിച്ചിട്ട് സ്തന്യ ലോലുപതയാ നിവാരയൻ, മുല കുടിക്കാനുള്ള ആഗ്രഹം നിമിത്തം തൈർ കലക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് അംഗമേത്യ പയോധരവ് പഭിവാൻ, മടിയിൽ ചെന്ന് കയറി മുല കുടിച്ചു തുടങ്ങി. വിശ്വത്തെ മുഴുവൻ തൻ്റെ വദനാരവിന്ദത്തിൽ പ്രദർശിപ്പിച്ച് യശോദാദേവിക്ക് തൻ്റെ മഹിമയെ കാണിച്ചു കൊടുത്തതിന് ശേഷം മറ്റു ഗോപസ്ത്രീകൾക്ക് കൂടി സ്വമഹിമയെ സ്പഷ്ടമാക്കി കാണിച്ചു കൊടുക്കുവാനായി മറ്റൊരു ലീലയാടുന്നു. ഏകദ ഒരിക്കൽ എന്ന ഈ പദപ്രയോഗത്തിലൂടെ പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ 3-ാമത്തെ വയസ്സ് ആരംഭിച്ചു. കാർത്തിക മാസത്തിലെ ഒരു ദിവസം ഗോപന്മാരും ഗോപികളുമെല്ലാം ഇന്ദ്രയാഗത്തിനു വേണ്ട ഒരുക്കങ്ങൾ കൂട്ടുവാനായി പല പല കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നു. ഗൃഹകൃത്യങ്ങൾ നടത്തേണ്ട ചുമതല അന്ന് യശോദയ്ക്കായിരുന്നു. കുട്ടികൾ 2 പേരും ഉണർന്നു വരുമ്പോഴേക്കും പാൽ കറന്ന് കാച്ചിവെക്കണം, തൈര് കടഞ്ഞ് വെണ്ണ എടുത്തു വയ്ക്കണം, ഗൃഹകാര്യങ്ങൾ നിർവഹിക്കണം, നന്ദാദികളുടെ കാര്യങ്ങൾക്ക് സഹായിക്കണം, കുട്ടികൾ ഉണർന്നു വന്നാൽ കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം എന്നു വേണ്ട അനേകം കാര്യങ്ങളുള്ള ഒരു ദിനം. അങ്ങനെയുള്ള ആ ദിവസത്തിൽ യശോദ പാൽ അടുപ്പിൽ തിളയ്ക്കാൻ വെച്ചിട്ടാണ് തൈര് കടയാനായി ആരംഭിച്ചത്. അങ്ങയുടെ ലീലകൾ കണ്ട് ആനന്ദം അനുഭവിച്ചിരുന്ന യശോദ അവയെക്കുറിച്ചോർത്ത് തന്നെത്താൻ കൽപ്പിക്കപ്പെട്ട ഗാനങ്ങൾ ഹൃദ്യമായി ഓർത്ത് പാടുകയും തൈര് കടയുകയും ചെയ്തുകൊണ്ടിരുന്നു. തൈര് മഥനം ചെയ്യുന്ന സമയത്തുള്ള യശോദയുടെ ഭംഗി അവർണ്ണനീയമായിരുന്നു. തൈര് കടയുന്നതിനുള്ള ശ്രമം നിമിത്തം അവളുടെ മുഖം മുത്തുമണി പോലെ വിയർപ്പ് തുള്ളികളാൽ അലങ്കൃതമായിരുന്നു. വിപുലമായ കടിതടത്തിൽ നന്നേ വെളുത്ത വസ്ത്രം ധരിച്ച് അതിന്മീതെ അരഞ്ഞാൻ ഇട്ട് മുറുക്കിയിരുന്നു. പുത്രനിലുള്ള സ്നേഹം നിമിത്തം അവളുടെ സ്ഥലങ്ങളിൽ നിന്ന് പാൽ ഒഴുകിക്കൊണ്ടേയിരുന്നു. തൈര് കടയുന്നത് കൊണ്ടുള്ള ആയാസം നിമിത്തം പോർമുലകൾ ഇളകിക്കൊണ്ടുവരുന്നു. കടകോൽ കെട്ടിയിട്ടിരിക്കുന്ന കയർ ക്രമേണ ഇടത്തും വലത്തും ചലിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരം നിമിത്തം കൈകളിൽ അണിഞ്ഞിരുന്ന വളകളും കാതിലിട്ടിരുന്ന ആഭരണങ്ങളും ഇളകിക്കൊണ്ടിരുന്നു. കടയുന്ന ആയാസം നിമിത്തം തലമുടിക്കെട്ട് അഴിഞ്ഞുപോയിരുന്നു. തലയിൽ അണിഞ്ഞിരുന്ന മുല്ലപ്പൂക്കൾ തലമുടിയിൽ നിന്ന് ഓരോന്നായി വീണുകൊണ്ടിരിക്കുന്നു. ഇപ്രകാരമുള്ള അവസ്ഥാവിശേഷത്താൽ അതിസുന്ദരിയായ യശോദ തൈർ കടഞ്ഞുകൊണ്ടും പാട്ടുപാടിക്കൊണ്ടുമിരുന്നു. പാൽ തിളച്ചു കഴിയുമ്പോഴേക്കും തൈര് കടഞ്ഞു കഴിയും, കുട്ടികൾ അപ്പോഴേക്കും എഴുന്നേൽക്കും എന്ന് കരുതിക്കൊണ്ടാണ് പാൽ അടുപ്പത്ത് വെച്ച് യശോദ തൈര് കടയാനായി ഇരുന്നത്. കൃഷ്ണൻ എഴുന്നേറ്റു. നോക്കിയപ്പോൾ അമ്മയെയും ചേട്ടനെയും അടുത്ത് കണ്ടില്ല. ബലരാമൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ചുറ്റുപാടും ശ്രദ്ധിച്ചപ്പോൾ അടുക്കളയിൽ നിന്ന് തൈര് കടയുന്ന ശബ്ദം കേട്ടു. തന്നിൽ തന്നെ മനസ്സുവച്ചും തൻ്റെ ലീലാവിശേഷങ്ങൾ ഗാനം ചെയ്തും തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹരൂപിണിയായ അമ്മയുടെ നേരെയുള്ള അതിസ്നേഹം പ്രകാശിപ്പിക്കുവാനായി കൃഷ്ണൻ കിടന്ന ദിക്കിൽ നിന്ന് എഴുന്നേറ്റു. മുലപ്പാൽ കുടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മാതൃസമീപത്തിൽ ചെന്നു നിന്നു. അമ്മയുടെ ചാരെ നിന്നിട്ടും തൈര് കടയുന്നതിൽ നിർവ്യാജ സ്നേഹത്തോടെ ഉണ്ണിയെ തന്നെ ഹൃദയത്തിൽ സ്മരിച്ച് കീർത്തനം ചെയ്യുന്നതിലും മുഴുകിയിരുന്നതിനാൽ കണ്ണനെ കണ്ടില്ല. പ്രതികൂല വ്യാപാരത്താൽ മാതാവിലുള്ള പ്രീതി ഏറ്റവും വർദ്ധിപ്പിക്കുവാൻ വേണ്ടി
തൈർ കടയുന്ന പ്രവൃത്തിക്ക് വിഘ്നം വരുത്തുവാനായി കടകുവിൽ കടന്നു പിടിച്ചു. അമ്മയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈകൾക്കിടയിലൂടെ അമ്മയുടെ മടിയിൽ കയറി സ്തന്യപാനം തുടങ്ങി. പക്ഷേ കൃഷ്ണന് ഒരു സുഖവും തോന്നിയില്ല. അമ്മ തൈര് കടയുന്നത് തുടർന്നതിനാൽ ഇടയ്ക്കിടെ പാൽ കുടിക്കുന്നത് വായിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടായിരുന്നു. തൃപ്തി വരാതെയാണ് കുടിക്കുന്നത് എങ്കിലും അമ്മയ്ക്ക് സന്തോഷമുണ്ടാകട്ടെ എന്ന് കരുതി ഇടയ്ക്കിടെ അമ്മയുടെ മുഖത്ത് നോക്കി മനോഹരമായി പുഞ്ചിരി തൂക്കിക്കൊണ്ടിരുന്നു. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. ഏകദാദധിവിമാഥകാരിണീം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപദയാ നിവാരയൻ അംഗമേത്യപഭിവാൻ പയോധരൗ. ഓം തത്സത്. ഹരി ഓം.